For the people who have really responded and experienced. I also thank my team, my wonderful team, my backbone, right from Rinjit, Bahul Ramesh has given his everything for this movie. Mujibka has given the life for the movie. Suraj, all the because ഓരോ പ്രാക്ടീസും നമ്മൾ കാണുമ്പോൾ ഒരു റിവീൽഡ് ആവാത്ത ചില പല പല ലേയേഴ്സും ആ ക്യാരക്ടേഴ്സിലൂടെ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സോ ഒരിക്കൽ കൂടി ബാഹുലിനും രഞ്ജിത്തിനും ബിഗ് താങ്ക്സ് ആൻഡ് കുഡോസ് ടു ദ ഹോൾ ബ്യൂട്ടിഫുൾ ടീം. നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജയറാം ഹൂസ് ബീൻ ദ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വെരി വെരി ലെവൽ ഹെഡഡ് ആൻഡ് ബാലൻസ്ഡ് വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് with his production executive Shafi Jamal. So എല്ലാവർക്കും ഈ അവസരത്തിൽ ഈ സന്തോഷവേളയിൽ നന്ദിയോടൊപ്പം പ്രേക്ഷകർക്ക് ഒരു വലിയ പ്രണാമം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ആശംസകളാണ് നമ്മുടെ എല്ലാവരുടെയും ശക്തി. നന്ദി. സൗത്ത് ഇന്ത്യൻ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളെല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരിക ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, ഇത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടമിറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ, ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിൻജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ ചെറിയ നുവാൻസസ് എന്ന് പറയും, അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിന് സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ കൊണ്ടുവന്ന് പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ട് us ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പറയേണ്ടതൊക്കെ രണ്ടാളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല. ഭയങ്കര എന്താ പറയുക, ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ധാകാന്ഡം അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക, സന്ദീപിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുക, വിനീതേട്ടൻ, ഇവരൊക്കെ ഉള്ള ഒരു സിനിമയിലൊരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ സിനിമ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT എന്തായാലും വരും, പക്ഷേ അത് തിയേറ്ററിൽ കിട്ടുന്ന ആ ഫീല്, ഈ സിനിമ ഉണ്ടാക്കിയ രീതി, അതിൻ്റെ സൗണ്ടിങ്, അപ്പം മുജീബാണെങ്കിലും വിഷ്ണു ഗോവിന്ദാണെങ്കിലും, അപ്പം അത് കംപ്ലീറ്റ്ലി അത് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കണം. കാരണം ഞാൻ ഒരു ഇത് ദിഞ്ജിത്തിൻ്റെയും ബാബുവിൻ്റെയും കൂടെ എൻ്റെ രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസാണ്. കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവരെന്നെ ഏൽപ്പിച്ച കാര്യം, എന്നെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം.
സീഫയെ രണ്ട് വാക്ക് സംസാരിക്കുന്ന വിഷയമാണ്. Thank you for being here tonight, and thank you for having me. And I have to thank you to the director, producer, and Rahul, all the team for their hard working, and then they helped me a lot at shooting also. Yeah, the most memory part is when we shot the emotional scenes, the crying part. Yeah, I had to push myself. Yeah, because I need to learn a lot lah from my acting. I need to improve. പടത്തിന്റെ നായകനായി മാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം. എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോച്ച് ഇൻഡസ്ട്രിയാണ്. ബാബുലേട്ടൻ, ജിസേട്ടൻ, ശിവരാണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരോട് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പാറയൊക്കെ വെച്ചിട്ട് നിർത്തിയോണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഞങ്ങൾ ഇവിടെ അല്ലേ, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വളമാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാണാമല്ലോ, ഇപ്പം എവിടെ പോയിട്ട് ഇടിച്ചു നിർത്താന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല. സോറി, മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിനെ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. ഒരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ എനിക്കൊരു സംശയം പോലെ ഈ വേണ്ട പടം കാണാത്തവര് വേണ്ട